തങ്ങളുടെ ഒരു നേതാവിനെ കൂടി BJP തട്ടിയെടുക്കുന്നേ എന്ന വിലാപം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും ഉയരുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയ നേതാക്കൾക്ക് പിന്നാലെ ഇത്തവണ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. എന്നിട്ടും കോൺഗ്രസുകാർക്ക്, പ്രത്യേകിച്ചും നേതാക്കന്മാർക്ക് പോലും ഇദ്ദേഹത്തെ അറിയില്ല എന്നതാണ് സത്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുകയും നിയമപോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്ത കറകളഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അതായത് വെറുമൊരു കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം എന്നർത്ഥം. ജാലിയൻ വാലാബാഗും ഓഡയറും ഉദ്ധം സിംഗും എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ചരിത്ര പാഠപുസ്തകത്തിൽ പോലും ചേറ്റൂർ ശങ്കരൻ നായർ എന്ന ഒരു പേര് കോൺഗ്രസുകാർ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലോ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലോ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പ്രധാനമായ സ്മാരകം പോലുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് BJP ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെ തങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ചേറ്റൂരിന്റെ ജീവിതകഥ പറയുന്ന ബോളിവുഡ് ചിത്രം കേസരി 2 പുറത്തിറങ്ങാനിരിക്കെയാണ് ഈ നാടകങ്ങളെല്ലാം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചേറ്റൂർ ശങ്കരൻ നായർ എന്ന ധീരമായ സ്വാതന്ത്ര്യ സമര പോരാളിയെ തന്നെയാണ് സിനിമ പോർട്രേറ്റ് ചെയ്യുന്നത്. സാക്ഷാൽ അക്ഷയ് കുമാറാണ് ഇദ്ദേഹത്തിന്റെ വേഷത്തിലെത്തുന്നത്. സിനിമയുടെ ട്രെയിലറും അതുപോലെ കഥകളി വേഷത്തിൽ നിൽക്കുന്ന അക്ഷയ് കുമാറിന്റെ ആ ഒരു ക്യാരക്ടർ ചിത്രവുമെല്ലാം ഹിറ്റായതിനു പിന്നാലെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പരാമർശിച്ച് രംഗത്ത് വന്നിരുന്നു. शंकरन नायर का नाम नहीं सुना होगा, लेकिन आजकल इनकी बहुत चर्चा हो रही है. शंकरन नायर जी एक प्रसिद्ध वकील थे और उस जमाने में 100 साल पहले अंग्रेजी सरकार में बहुत बड़े पद पर विराजमान थे. ഹരിയാനയിൽ തെർമക് പവർ പ്ലാന്റിന് തറക്കല്ലിടുന്ന ചടങ്ങിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ ചേറ്റൂർ ശങ്കരൻ നായരെ പ്രധാനമന്ത്രി അനുസ്മരിച്ചത്. മലയാളിയായ ശങ്കരൻ നായരുടെ സംഭാവനകളെ കുറിച്ച് പഠിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഒരു ദേശീയവാദിയെ കോൺഗ്രസ് തിരസ്കരിച്ചു എന്ന തലത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായരെ BJP അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടും അതുപോലെ ഒറ്റപ്പാലത്തുമുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്തു. മംഗലയിലുള്ള ചേറ്റൂരിന്റെ സ്മൃതി കുടീരം സന്ദർശിക്കാൻ പരിപാടി ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ടുള്ള ശരിയായ വഴി പോലും ഇല്ലാതിരുന്നതിനാൽ പോയില്ല എന്നാണ് വാർത്തകൾ. ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു സ്ഥലം സന്ദർശിക്കണമെങ്കിൽ നേരത്തെ തന്നെ ആ സ്ഥലവും വഴിയുമെല്ലാം ഒരുക്കി വെക്കാൻ സാധിക്കും. മംഗലയിലെ സ്മൃതി കുടീരം എത്രത്തോളം അവഗണനയിലാണ് എന്ന കാര്യം കൃത്യമായി വാർത്തയാക്കാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ BJPയുടെ നീക്കം എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ്. ചേറ്റൂർ ശങ്കരൻ നായർക്ക് പാലക്കാട് തന്നെ ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം എന്നാണ് വാർത്തകൾ. സുരേഷ് ഗോപിയുടെ ഈ സന്ദർശന വാർത്തക്കടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ അമർഷത്തിൽ കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. ചേറ്റൂരിന്റെ ബന്ധുക്കൾ വേണമെങ്കിൽ BJPക്ക് വിലക്ക് വാങ്ങാം, പക്ഷേ സാക്ഷാൽ ചേറ്റൂരിനെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള പഞ്ച് കണ്ടന്റുകളൊക്കെയാണ് അതിനിടയിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ അമർഷം കൊള്ളുന്ന കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യാനന്തരം നീണ്ട ദശാബ്ദങ്ങൾ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം ഉയരേണ്ടതായിരുന്നു. ചരിത്ര പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് എന്ന നിലയിൽ KPCC ആസ്ഥാനത്തിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിനെങ്കിലും അദ്ദേഹത്തിന്റെ പേരിടാമായിരുന്നു. ചേറ്റൂരിന്റെ ചരമവാർഷിക ദിനത്തിൽ പോലും AICC ആസ്ഥാനത്തോ KPCC ആസ്ഥാനത്തോ പാലക്കാട് DCC ഓഫീസിൽ പോലും ഒരു ഫോട്ടോ വെച്ചുള്ള പുഷ്പാർച്ചന പോലും ഉണ്ടാകാറില്ല. പാലക്കാട്ടെ സ്മൃതി കുടീരത്തിൽ ബൂത്ത് കമ്മിറ്റി നേതാക്കൾ എങ്ങാനും പോയി കുറച്ച് പൂവാരിയിട്ടാൽ ഒരു പരിപാടിയായി. അതല്ലാതെ വേറെ ഒരു അനുസ്മരണ പരിപാടിയും എങ്ങും നടക്കാറില്ല. ഒറ്റപ്പാലത്തും മംഗലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുണ്ട് എന്നതാണ് ഏക ആശ്വാസം. എന്നാൽ അവിടെ പഠിക്കുന്നവർക്ക് പോലും ആരാണ് ചേറ്റൂർ എന്ന് ചോദിച്ചാൽ അറിയുമെന്ന് തോന്നുന്നില്ല. രാജ്യത്തെ സകല സ്ഥാപനങ്ങളും എയർപോർട്ടുകളും സ്മാരകങ്ങളും റോഡുകളും അങ്ങനെയെല്ലാം നെഹ്റുവിന്റെയും പിന്തുടർച്ചക്കാരായ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരിടുന്ന തിരക്കിൽ ചേറ്റൂരിനെ അറിയാതെ വിട്ടുപോയതൊന്നുമല്ല.
ഇന്ത്യയുടെ ചരിത്രം, കോൺഗ്രസിന്റെ ചരിത്രം, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണക്കൊഴിച്ച എന്നിവയിൽ തങ്ങളുടെ രക്തം മാത്രം മതി എന്ന കുടുംബാധിപത്യ പ്രവണതയാണ് ഇതിന് പിന്നിൽ. നരസിംഹറാവു മരണപ്പെട്ടപ്പോൾ എന്താണ് നടന്നത് എന്നത് സമീപകാല ചരിത്രം മാത്രമാണല്ലോ. ആ സ്ഥിതിക്ക് ചേറ്റൂർ ഉൾപ്പെടെയുള്ളവരുടെ സ്മരണകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസിലെ കുടുംബാധിപത്യം സഹിക്കാനാവാതെ പുറത്തേക്ക് പോകുന്ന നേതാക്കളും അതുപോലെ സാധാരണ പ്രവർത്തകരുമൊക്കെ തന്നെയാണ് BJPയുടെ അസറ്റ്. കോൺഗ്രസ് കുടുംബാധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി വിസ്മൃതിയിലേക്ക് തള്ളിയ നേതാക്കളുടെ, മഹാന്മാരുടെ, സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഒക്കെ പൈതൃകത്തെ ദേശീയത എന്ന ലെവലിൽ കൃത്യമായ ആസൂത്രണത്തോടെ കൈവശപ്പെടുത്തുകയാണ് BJP ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ മകനിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസുകാർക്ക് ഇതിൽ അമർഷം കൊള്ളാൻ യാതൊരു അവകാശവുമില്ല. സാക്ഷാൽ ഗാന്ധി കുടുംബം കൂടി BJPയിൽ ചേരുന്നതോടെ കോൺഗ്രസിനെ ഒന്നാകെ BJP ഏറ്റെടുക്കും എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.